ഇടതുമുന്നണിക്കുള്ളിൽ കൂട്ടയടി അവസാനിക്കുന്നേയില്ല. ഇപ്പോഴാ CPI തർക്കം സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ബൂത്ത് ഓഫീസിന് ഷാമിയാന വേണോ ഷീറ്റ് വേണോ എന്നുള്ള തർക്കമാണ് ഒടുവിൽ അടിയിൽ കലാശിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ബൂത്ത് ഓഫീസ് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കം CPI സംഘർഷത്തിൽ കലാശിച്ചു. CPI ബ്രാഞ്ച് സെക്രട്ടറി സനലിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം തകർത്തു. കഴിഞ്ഞ 14-നായിരുന്നു തർക്കത്തിന്റെ തുടക്കം. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ നെയ്യാറ്റിൻകര ചെമ്പരത്തിയിലെ ബൂത്ത് ഓഫീസ് നിർമ്മാണത്തെ ചൊല്ലിയായിരുന്നു തർക്കം. തെരഞ്ഞെടുപ്പ് ഓഫീസ് നിർമ്മാണത്തിന് ഷീറ്റ് മതിയെന്ന് ഒരു വിഭാഗം, ചൂടായതിനാൽ ഷീറ്റ് വേണ്ടെന്നും ഷാമിയാന മതിയെന്നും മറുവിഭാഗം. തുടർന്ന് 22-ന് രാത്രി നെയ്യാറ്റിൻകര MLA ആൻസലന്റെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ശ്രമം നടന്നു. ഇത് കഴിഞ്ഞുപോയ CPI പ്രവർത്തകർ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിക്കുകയായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് സനലിന്റെ വീട്ടിൽ കയറി വാഹനം അടിച്ചു തകർത്തത്. ഇരു വിഭാഗങ്ങൾക്കെതിരെയും നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു. കേസാവാതെ ഒത്തുതീർപ്പാക്കാൻ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് കൂട്ടയടിയാണെങ്കിൽ തൃശൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് താക്കീത്. നടൻ ടൊവിനോ തോമസിനൊപ്പം നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. ടൊവിനോയുടെ പേരും ചിത്രവും ദുരുപയോഗം ചെയ്തെന്ന് കാണിച്ച് NDA നൽകിയ പരാതിയിലാണ് നടപടി. ഇത്തരം പ്രവൃത്തികൾ ഇനി ആവർത്തിക്കരുതെന്ന് രേഖാമൂലം അറിയിച്ചതായി മാതൃകാ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് നോഡൽ ഓഫീസറായ തൃശൂർ സബ് കളക്ടർ വ്യക്തമാക്കി. ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച ശേഷം സുനിൽകുമാർ പിന്നീട് പിൻവലിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസിഡർ ആയതിനാൽ തന്റെ ചിത്രമോ തന്നോടൊപ്പമുള്ള ചിത്രമോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി ടൊവിനോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് പിൻവലിച്ചത്. സുനിൽകുമാറിനെതിരെ പിന്നീട് തൃശൂർ ജില്ലാ NDA കോർഡിനേറ്ററായ രവികുമാർ ഉപ്പത്താണ് കളക്ടർക്ക് പരാതി നൽകിയത്. ഇതിൽ സുനിൽകുമാറിന്റെയും CPI ജില്ലാ സെക്രട്ടറിയുടെയും വിശദീകരണം കേട്ട ശേഷമാണ് നടപടി. ടൊവിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസഡർ ആണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് ഇവർ നൽകിയ വിശദീകരണം. ഇരുവരുടെയും മറുപടി തൃപ്തികരമായി കണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകി പരാതി തീർപ്പാക്കി.